ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 2-ാം അധ്യായമായ സംഖ്യായോഗത്തിലെ 41-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരുന്നു. വ്യവസായാത്മിക ബുദ്ധിരേകേക ഗുരുനന്ദന ബഹുശാഖാഹ്യനന്ദാച്ഛ ബുധയോ അവ്യവസായിനാം. നമസ്തേ. 2-ാം അധ്യായമായ സംഖ്യായോഗത്തിലെ 41-ാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നു: അല്ലയോ കുരുവംശജനായ അർജുന, ഈ ലോകത്തിൽ നിശ്ചയത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തവരുടെ ബുദ്ധി അനേക വഴിക്കു തിരിയുന്നവയും മന്ദമില്ലാത്തതുമാകുന്നു. സത്യബുദ്ധികളായിരുന്നു കുരുരാജാക്കന്മാർ. അവരെ പലരെയും ഓർമ്മിപ്പിക്കുന്നതാണ് ഗുരുനന്ദന എന്ന സംബോധന. മനസ്സിന്റെ സമനില ശീലിക്കുന്ന യോഗം അഭ്യസിക്കുവാൻ കൊതിക്കുന്നവർ ആദ്യമായി പ്രപഞ്ചത്തിന്റെ പരമകാരണമായി വർത്തിക്കുന്ന വസ്തുസ്വരൂപം ഗ്രഹിക്കണം. തുടർന്ന് കാര്യരൂപത്തിൽ കാണപ്പെടുന്ന സകല കാഴ്ചകളും ആ വസ്തുസ്വരൂപമാണുള്ളതെന്ന മനസ്സിനെ പഠിപ്പിക്കണം. പ്രപഞ്ചത്തിന്റെ പരമകാരണം അഖണ്ഡ ബോധാനന്ദ സ്വരൂപമായ ബ്രഹ്മമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്രകാരം എന്തു കണ്ടാലും ബ്രഹ്മമാണെന്ന ഏകബുദ്ധിക്ക് മാറ്റമില്ല. മനസ്സിന്റെ സമനില ശീലിക്കുക സാധ്യമാണ്. ഒന്നിൽ തന്നെ ഉറപ്പായി ഊന്നി നിൽക്കാൻ കഴിവുള്ള ബുദ്ധിക്ക് സമനില സാധിക്കൂ. പലതായി പിരിഞ്ഞ് ഓടി നടക്കുന്ന ബുദ്ധിക്ക് സമനില എങ്ങനെ സാധ്യമാകും? അതുകൊണ്ട് സത്യസ്വരൂപത്തിൽ ബുദ്ധിയെ ഉറപ്പിച്ച് ലക്ഷ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് യോഗ പരിശീലനത്തിലൂടെ സ്വധർമ്മം അനുഷ്ഠിക്കാനാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. ഒരു കാര്യത്തിൽ ഊന്നി ഉറപ്പിക്കുന്ന ബുദ്ധി ഏകാഗ്രതയിൽ അസാധാരണമായ ആനന്ദവും ശാന്തിയും കണ്ടെത്തും. അല്ലാതെ കേവല ഭൗതിക ചിന്തകൾ മുഴുകി കഴിയുന്നവർക്ക് മനസ്സിനെ ഏകാഗ്രതയോ കാര്യമായ സുഖമോ ഒരിക്കലും കിട്ടുകയില്ലെന്നാണ് ഭഗവാൻ അടുത്ത 3 ശ്ലോകങ്ങളിൽ വെളിപ്പെടുത്തുന്നത്. നമസ്തേ. 42-ാമത്തെ ശ്ലോകം തുടരും നാളെ.